എൻസൈക്ലോബിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേരളം ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള കർഷകരെ സാമ്പത്തികപരമായിട്ട് സഹായിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി. പ്രതിവർഷം 6000 രൂപ വീതം 3 തുല്യ ഗഡുക്കളായിട്ട്, അതായത് 4 മാസം കൂടുമ്പോൾ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 2000 രൂപ വീതം നേരിട്ട് കൈമാറ്റം ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു പദ്ധതി പ്രവർത്തിക്കുന്നത്. നിലവിലെ 21 ഗഡുക്കളിലൂടെ 42,000 രൂപ വരെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് പദ്ധതി വഴി എത്തിക്കഴിഞ്ഞു. ഇത്തരത്തിൽ 21ാമത്തെ ഗഡു ലഭിച്ചവരും ലഭിക്കാത്തവരും വീഡിയോ മുഴുവനായിട്ടും കാണേണ്ടതാണ്. പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. വിശദമായിട്ടുള്ള വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. നിലവിലെ 2000 രൂപ വീതം PM കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്ന കർഷകരോട് പ്രധാനമായിട്ടും ഈ KYCയുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുവാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. നിലവിലെ കർശനമായിട്ടുള്ള പരിശോധനകളുടെ ഭാഗമായിട്ട് ഓരോ കർഷകരെയും കൃത്യമായിട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് വാലിഡേറ്റ് ചെയ്യുമ്പോൾ ചിലർ അനർഹരുടെ ലിസ്റ്റിലേക്ക് കയറിക്കൂടുവാൻ സാധ്യതയുണ്ട്. അതിനാൽ അങ്ങനെയുള്ളവർ വീണ്ടും ഈ KYC ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നതാണ്. അതായത് KYC ചെയ്യേണ്ടതാണ്. PM കിസാൻ സമ്മാൻ നിധി അംഗങ്ങളായിട്ടുള്ള എല്ലാവരും ഈ KYC ചെയ്യണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. 21ാമത്തെ ഗഡു മുടങ്ങിയിട്ടുള്ളവർ മാത്രമല്ല, 21ാമത്തെ ഗഡു കിട്ടിയവരും ഈ KYC ചെയ്യണമെന്നാണ് കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള അപ്ഡേറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ വെബ്സൈറ്റുകൾ ഓപ്പൺ ആക്കുവാൻ സാധിക്കുന്നില്ല. ഈ ഒരു അപ്ഡേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ അതിൽ സംശയം തോന്നുന്ന ആളുകളെല്ലാം തന്നെ ഈ KYCയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ബയോമെട്രിക്കലായിട്ട് ഈ KYC പൂർത്തിയാക്കേണ്ടി വരുന്നതാണ്. പ്രധാനമായിട്ടും ഇൻഎലിജിബിൾ ആയിട്ടുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ അവരെ കണ്ടെത്തുക എന്ന നടപടിയാണ് കേന്ദ്രം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ അനർഹമായിട്ടുള്ളവരെ പുറത്താക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള അർഹർക്ക് മാത്രമായിരിക്കും ഇനി മുതൽ PM കിസാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. ബാക്കിയുള്ള അനർഹരെ പുറത്താക്കുവാനാണ് കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ KYC ചെയ്യുവാൻ നിങ്ങൾക്ക് നിർദ്ദേശം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ KYC ചെയ്യേണ്ടതാണ്. 21ാമത്തെ ഗഡു ലഭിച്ചവരായാലും ലഭിക്കാത്തവരായാലും സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ച് ഈ KYC ചെയ്യണമെന്ന നിർദ്ദേശം വന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞ ശേഷം അത് ചെയ്യുവാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഏതൊരു സമയത്തും അപ്ഡേഷൻ ഇപ്രകാരം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതിനാൽ തന്നെ 20ാമത്തെ ഗഡു ലഭിച്ച നിരവധി പേർക്ക് പ്രധാനമായിട്ടും 21ാമത്തെ ഗഡു മുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ അവിടെ ഈ KYC യെസ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ പ്രധാനമായിട്ടും ആധാർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അത്തരത്തിൽ പരിശോധിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഈ KYC ചെയ്യണോ വേണോ എന്ന് കാണിക്കുന്നതാണ്. പ്രധാനമായിട്ടും വെബ്സൈറ്റിൻ്റെ മിസ്റ്റേക്ക് മൂലമൊക്കെ ഇത്തരത്തിൽ ഈ KYC യെസ് എന്ന് കാണിക്കാറുണ്ട്. അതിനാലാണ് നിങ്ങൾ ആധാർ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഒന്നുകൂടി ചെക്ക് ചെയ്യുവാൻ പറയുന്നത്. ഇക്കാരണങ്ങളാൽ തന്നെ നിരവധി പേർക്ക് തുക മുടങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ എല്ലാവരും ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഏതെങ്കിലുമൊക്കെ രീതിയിൽ പൂർത്തീകരിക്കുവാനുള്ളവർ അത് എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം 1-ാം തീയതി കഴിയുമ്പോൾ പുതിയ ലിസ്റ്റ് അപ്ഡേറ്റ് ആവുകയാണ്. ആ ലിസ്റ്റിൽ നിങ്ങളുണ്ട് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി വീണ്ടും PM കിസാൻ്റെ ഗഡു ലഭിക്കുകയുള്ളൂ. അതിനാൽ തന്നെ ഇനി ഏതെങ്കിലും രീതിയിൽ പൂർത്തീകരിക്കുവാനുള്ളവരൊക്കെ തന്നെ എത്രയും വേഗം തന്നെ പൂർത്തീകരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.